യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടും. അപ്പോൾ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കും, നമ്മൾ വിജയം വരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും, ജീവിതത്തിൽ വിജയമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും എന്ന് വചനം പറയുകയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹമുള്ളവരായിട്ട് മാറുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. അപ്പോൾ നമുക്ക് കർത്താവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ജീവന് വേണ്ടി നൽകപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണിത് വചനം. നമുക്ക് ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഓരോ വാക്ക് കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം തിരുവചനങ്ങൾ. വചനം പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം എന്ന് വചനം പറയുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം എന്നാണ് വചനം. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ അണുവിട തെറ്റാതെ അനുസരിക്കണം. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. അത് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുന്ന കാര്യം. കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിച്ച് ജീവിക്കണം. അത് നമ്മൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിച്ച് ജീവിക്കണം. അതാണ് 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത്. 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയുകയാണ്, അവിടെ നിന്ന് എഴുതി തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം എന്ന് വചനം പറയാം. അവിടുന്ന് എഴുതി തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. കർത്താവിൻ്റെ വചനം ജാഗരൂകതയോടെ പാലിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം. അത് അണുവിട തെറ്റാതെ അത് ജാഗരൂകതയോടെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ അത് പാലിക്കുമ്പോഴാണ്, അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയം വരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വചനം പറയുകയാണ്, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടുമെന്നാണ് വചനം പറയുന്നത്. കർത്താവിൻ്റെ വചനത്തെ മാനിക്കുന്നവൻ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ, കർത്താവിൻ്റെ വചനത്തെ ആദരിക്കുന്നവൻ ആരോ അവൻ ഉത്കർഷം നേടുമെന്നാണ് വചനം പറയുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. നമ്മൾ ദൈവവചനത്തിന് വില കൊടുത്താൽ, ദൈവവചനം അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നമ്മൾ ഉത്കർഷം നേടും എന്ന് ദൈവവചനം തന്നെ നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, നിയമാവർത്തനം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേട്ട്
ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. എന്നിട്ട് പറയാണ്, നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും എന്ന് കർത്താവ് പറയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടും. കർത്താവ് വ്യക്തമായിട്ട് വചനത്തിലൂടെ പറയാണ്, നീ ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകൾ, അതാണ് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വർഷിക്കും. നമ്മുടെ ജീവിത മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ സാമ്പത്തിക മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ സർവ്വ മേഖലകളെയും കർത്താവ് ആശീർവദിക്കും. അതാണ് കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുക, വചനം അനുസരിച്ച് ജീവിക്കുക. അതാണ് ഈശോ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തും. അത് കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വചനം പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വചനം പറയുന്നത് എങ്ങനെയാണ്? വചനമനുസരിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും. ജീവിതത്തിൽ അഭിവൃദ്ധി ഉള്ളവരായിട്ട് നമ്മൾ മാറും. അതിനെക്കുറിച്ച് വചനം പറയുകയാണ്. സങ്കീർത്തനം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇടിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ വചനം രാവും പകലും അവൻ ധ്യാനിക്കുന്നു. അവൻ അതനുസരിച്ച് ജീവിക്കാൻ അവൻ തയ്യാറാകുന്നു. അവനെക്കുറിച്ച് വചനം പറയുകയാണ്, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് നീതിമാനായിട്ടുള്ള വ്യക്തി. വചനം അനുസരിച്ച്, വചനം ധ്യാനിച്ച് വചനം പാലിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ. അതേസമയം വചനം അനുസരിക്കാതെ വചനത്തിനെതിരായി വിപരീതമായിട്ട് നടക്കുന്നൊരു വ്യക്തി, അവനെക്കുറിച്ച് വചനം പറഞ്ഞു ദുഷ്ടനായിട്ടുള്ള മനുഷ്യനാണ്. വചനം അനുസരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വചനം പറയാണ്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, കർത്താവിൻ്റെ വചനത്തിലാണ് അവൻ്റെ ആനന്ദം. അവൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല, പാപികളുടെ വഴിയിലൂടെ അവൻ വ്യാപരിക്കുന്നില്ല, പരിഹാസകരുടെ പീഠങ്ങളിൽ അവൻ ഇരിക്കുന്നില്ല. അവൻ്റെ ആനന്ദം എപ്പോഴും കർത്താവിൻ്റെ നിയമത്തിലാണ്, കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു എന്നാണ് പറഞ്ഞത്. അവൻ്റെ പ്രവർത്തികൾ സഫലമാകും. അവൻ എല്ലാ കാര്യങ്ങളിലും അവൻ വിജയം വരിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ.
സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിച്ച് ജീവിക്കണം. കർത്താവിൻ്റെ വചനം വായിക്കണം, അത് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഒത്തിരിയേറെ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ആ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണം. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാം. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വചനം പറയുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. അല്ലാതെ നമ്മൾ ഇത്ര അത്ഭുതം പ്രവർത്തിച്ചു, പിശാചുകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ട് വചനം പറയാണ്, നിങ്ങൾ കർത്താവേ കർത്താവേ എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. ജീവിക്കുക, കർത്താവിൻ്റെ വചനം അനുസരിച്ച് വചനം പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാം. അതിനുശേഷം തുടർന്ന് വചനം പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. വചനം അനുസരിച്ച്, വചനം കേട്ട് വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വചനം പറയാണ്, അവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൽ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാം. പ്രിയപ്പെട്ട, വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അവന് കിട്ടും. അവൻ വീണു പോകില്ല, അവൻ പരാജയപ്പെട്ടു പോകില്ല. എന്ത് പ്രതിസന്ധി വന്നാലും പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അവനുണ്ടാകും. കാരണം അവൻ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവൻ്റെ ജീവിതം പാറമേൽ ഭവനം പണിതുപോലെയാണ്. അതിനൊരിക്കലും ഇളക്കം തട്ടില്ല, അതൊരിക്കലും വീണു പോകില്ല, അതൊരിക്കലും നാശത്തിലേക്ക് കൂപ്പുകുത്തില്ല. എന്നാൽ വചനം അനുസരിക്കാത്തവരെ കുറിച്ച് വചനം പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൽ മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാം. അപ്പോൾ വചനം അനുസരിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ബലം അവനുണ്ടാകും. അവൻ ഉറച്ചു നിൽക്കും, അവൻ പരാജയപ്പെടില്ല, അവൻ തളർന്നു പോകില്ല. അതേസമയം വചനം അനുസരിക്കാത്തൊരു വ്യക്തിയാണോ, ആ വ്യക്തിയുടെ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ അവൻ നാശത്തിലേക്ക് കൂപ്പുകുത്തും, നിരാശയിൽ ആഴ്ന്നു പോകും, അന്ധകാരത്തിൽ ആഴ്ന്നു പോകും. അങ്ങനെ വലിയ തകർച്ചയിലേക്ക് അവൻ്റെ ജീവിതം കൊണ്ട് ചെന്നെത്തിക്കും. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ യഥാർത്ഥ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തൊന്നുമില്ല ദൈവം നോക്കുന്നത്, നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. കർത്താവിൻ്റെ വചനം സൂക്ഷ്മമായി അനുസരിക്കണം. അതിൽ അണുവിടം നമ്മൾ വ്യതിചലിക്കരുതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വചനം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്താൻ, നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി വേറൊരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിന് 21-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അതായത് ഈശോയുടെ അടുത്ത് ഇങ്ങനെ അമ്മയും അതുപോലെ തന്നെ ശിഷ്യന്മാരൊക്കെ കൂടി വന്ന് പുറത്തു നിന്ന് ഈശോയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈശോ അവിടെ കൂടിയിരുന്നവരോട് പറയുകയാണ്, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും.
ആ ഒരു വചനഭാഗം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം അതിന് 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 31 മുതൽ 35 വരെയുള്ള തിരുവചനം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വ്യക്തമായിട്ട് പറയണം, ഈശോ വ്യക്തമായിട്ട് വചനത്തിലൂടെ പറയാണ്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരിയും. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ എന്ന് ഈശോ ആദ്യം ലൂക്കായുടെ സുവിശേഷം 8-21 വാക്യത്തിൽ വചനം പറഞ്ഞു. പിന്നീട് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വാക്യങ്ങൾ ഈശോ വചനത്തിൽ പറയാണ്, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. നമ്മൾ ഈ ലോക ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു, ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ജോലി, സമ്പത്ത്, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി. പക്ഷേ പ്രിയപ്പെട്ടവരെ, വചനം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ നാശമാണ് എന്ന് കർത്താവ് വചനത്തോടെ. നമ്മൾ എത്ര കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നല്ല, മറിച്ച് വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വചനം ഓർമ്മപ്പെടുന്നത്. അതായത് നമ്മൾ വചനം വായിക്കുന്നു, വചനം കേൾക്കുന്നു, ആ വചനം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ഞാൻ ഓരോ വചനം നമ്മൾ കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ഈ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് വെച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. അതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഒത്തിരിയേറെ വചനങ്ങൾ കേൾക്കുന്നുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ ആ വചനം അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തുന്നുണ്ടോ, വചനം അനുസരിച്ച് എന്നെ തന്നെ പരിശോധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരല്ല, മറിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് നമ്മൾ. അതാണ് ഇവിടെ വചനം പറയുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വചനം പറയുകയാണ്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. വചനം പറയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടെന്ന് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അവിടെ യാക്കോബ് ശ്ലീഹ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആയിരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആകുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ണാടി നോക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയാ. നമ്മൾ കണ്ണാടി നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ന്യൂനതകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത്. പ്രിയപ്പെട്ടവർ, വചനം അതൊരു കണ്ണാടിയാണ്. വചനം ഒരു കണ്ണാടിയാണ്. ആ വചനം വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. കണ്ണാടിയിൽ നോക്കി നമ്മുടെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ന്യൂനതകളുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നമ്മൾ നോക്കി അത് പരിഹരിക്കും. അതേസമയം നമ്മൾ കണ്ണാടിയിൽ നോക്കി ജസ്റ്റ് അങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഉപകാരപ്പെടുന്നില്ല. ഹല്ലേലൂയാ. പക്ഷെ ആ കണ്ണാടിയിൽ നോക്കി നമ്മുടെ ന്യൂനതകൾ നമ്മൾ പരിഹരിച്ചു പോകുമ്പോഴാണ് അത് ശരിയായിട്ടുള്ളതായിട്ട് മാറുന്നത്. ഹല്ലേലൂയാ. അതിൻ്റെ ഉദ്ദേശം അവിടെ പൂർത്തിയാകുന്നത്.
അവിടെ വചനം പറയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകനാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കേട്ട് വചനം വെച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഞാൻ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. വചനം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ അനുദപിക്കണം. നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നമ്മൾ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ നമ്മളെപ്പോഴും വചനം വായിക്കുന്നു, കേൾക്കുന്നു, പക്ഷെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകുന്നില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത്, വിധിക്കപ്പെടുന്നത്. നമ്മൾ ഇന്ന് നമ്മളെ പരിശോധിച്ചില്ലെങ്കിൽ അന്ത്യവിധിയിൽ നമ്മൾ അവിടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിധിക്കപ്പെടും, പരിശോധിക്കപ്പെടും. അവിടെ കർത്താവ് നോക്കുന്നത് കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചോ എന്നതാണ്. അന്ത്യവിധിയിൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ പരിശോധിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചോ എന്നുള്ളതാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ വിധി ദിവസത്തിൽ നമ്മളെ വിധിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വിധിക്കുന്നത്. ആ ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ന്യൂനതകളെക്കുറിച്ച്, നമ്മുടെ കുറവുകളെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടാകും. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന് 7-ഉം 8-ഉം തിരുവചനങ്ങൾ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന് 7-ഉം 8-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്ന എങ്ങനെയാണ്? അവിടെ വചനം പറയുകയാണ്, ആമോസ് പ്രവാചകൻ ഒരു ദർശനം കിട്ടുകയാണ്. ആ ദർശനം എങ്ങനെയാണ്? അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ഇതാ, തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. കരങ്ങളുയർത്തൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ താഴ്ത്താം. ആ വചനം നമുക്കൊന്ന് വായിക്കാം. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. അവിടെ നിന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ആമോസ് പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ഇതാ, തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആമോസ് പ്രവാചകനൊരു ദർശനം കാണുകയാണ്. അതായത് തൂക്കുകട്ട പിടിച്ച് പണിതുയർത്തിയ ഒരു മതിലിന് സമീപത്ത് കർത്താവ് മറ്റൊരു തൂക്കുകട്ട പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്ത മതിലിന് അടുത്തായിട്ട് കർത്താവ് മറ്റൊരു തൂക്കുകട്ട പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് പറയാണ്, ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്ന്, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. പ്രിയപ്പെട്ടവരെ, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ വചനം അനുസരിച്ച്, ആമോസ് പ്രവാചകന്റെ പുസ്തകം അനുസരിച്ച് ഈ തൂക്കുകട്ട ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ അടുത്ത് കർത്താവ് ഇങ്ങനെ ഒരു തൂക്കുകട്ട പിടിക്കും. ദൈവവചനമാകുന്ന തൂക്കുകട്ട നമുക്ക് ചുറ്റും പിടിക്കും. അതനുസരിച്ച് നമ്മളെ പരിശോധിക്കും. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. വിധി ദിവസത്തിൽ പ്രിയപ്പെട്ടവർ നമ്മൾ വിധിക്കപ്പെടുന്നത്, പരിശോധിക്കപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെ വചനം വെച്ചിട്ടാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ, ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അന്ത്യവിധിയെ സൂചിപ്പിക്കുന്നതാണ്. അന്ത്യവിധിയിൽ കർത്താവിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് അവിടെ വചനം പറയുകയാണ്. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ, ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ,
സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അന്ത്യവിധി ദിനത്തിൽ നമ്മൾ വിധിക്കാനിരിക്കുന്ന കർത്താവിനെ കുറിച്ച് അവിടെ വചനം പറയാണ്, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ അന്ത്യവിധിയിൽ നമ്മൾ വിധിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വിധിക്കുന്നത്. നാം ദൈവവചനം അനുസരിച്ച് ജീവിച്ചോ എന്നാണ് അവിടെ നമ്മൾ വിധിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ അന്ത്യവിധിയിൽ ആ വചനം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ അവിടെ നമ്മൾ തിരിച്ചറിയും. ആ വചനം നമ്മളെ അവിടെ പരിശോധിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ന്യൂനതകളെ അവിടെ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മുടെ വിധി അവിടെ നിർണ്ണയിക്കപ്പെടുന്നത്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് വചനം വെച്ച് നമ്മളെ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ഈ വചനം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. അങ്ങനെ ആ വചനത്തെ നമ്മൾ മുറുകെ പിടിച്ച് പ്രിയപ്പെട്ട വചനം അനുസരിച്ച് നമ്മളിന്ന് പരിശോധിച്ച് നമ്മളൊന്ന് അനുദപിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കുമ്പസാരത്തിനൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾ ഓരോ ദിവസം വചനം വായിക്കുമ്പോഴും ആ വചനം ഒന്ന് നമ്മൾ നോക്കണം. ഈ വചനം ഞാൻ അനുസരിക്കുന്നുണ്ടോ, ഈ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടിയാകുവിൻ. നമ്മൾ ചുമ്മാ വചനം കേട്ട് പോകുന്നതല്ല, മറിച്ച് ആ വചനം അനുസരിച്ച് ജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ ആ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ. അത് കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കണം. വചനം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. വളരെ ശക്തിയുള്ളതാണല്ലോ ദൈവത്തിൻ്റെ വചനം, വളരെ പവർഫുൾ ആണല്ലോ ദൈവത്തിൻ്റെ വചനം. ഈ വചനം നമ്മൾ കേൾക്കണം, വചനം വായിക്കണം, വചനം അനുസരിച്ച് ജീവിക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ മാനിക്കണം. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ആദരിക്കണം, അതിനെ വിലമതിക്കണം. ഈ ലോകത്തിൽ ദൈവവചനത്തെക്കാൾ ഉപരിയായി മറ്റൊന്നുമില്ല. ദൈവവചനത്തിന് അപ്പുറമായിട്ടൊന്നും ഇല്ല. അതിന് മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം. ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നിട്ടുള്ള ഒരു വചനവും അതിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തിന് വചനം പറയുന്നുണ്ടല്ലോ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല. വചനത്തിൻ്റെ ശക്തി അസ്തമിച്ചു പോകുന്നില്ല. വചനം ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. വചനം ഒരിക്കലും കാലഹരണപ്പെട്ട് പോകുന്നില്ല. ആ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്നൊരു ശക്തനായൊരു സുവിശേഷ പ്രഘോഷകനാണ്. ആഫ്രിക്കയിൽ അനേകരം വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് റെയ്നാഡ് ബോങ്കെ. അദ്ദേഹത്തിൻ്റെ വചനം ശ്രവിക്കാൻ ശരിക്കും ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തോട് ഒരിക്കലൊരു യുവാവ് ചോദിച്ചു, അതെ, ഈ ദൈവത്തിൻ്റെ വചനം, അത് ദൈവവചനം, അത് കാലഹരണപ്പെട്ട് പോയതല്ലേ, വർഷങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ടതല്ലേ, അത് കാലഹരണപ്പെട്ട് പോയതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ റെയ്നാഡ് ബോങ്കെ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ സൂര്യനെ നീ നോക്കുക, സൂര്യൻ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ശക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അതിൻ്റെ ചൂടിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം അത് ജീവിക്കുന്ന വചനമാണ്, അതിന്നും നിലനിൽക്കുന്ന വചനമാണ്, ഇന്നും ശക്തിയുള്ള വചനമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശക്തിയുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. സൂര്യൻ്റെ ചൂട് അത് ഇത്രയും വർഷങ്ങളായിട്ടും അതിനൊരു മാറ്റവും വരുന്നില്ല, അത് ശക്തിയോടുകൂടെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശക്തിയുള്ളതാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ഇന്നും അനേകരെ ജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അനേകരെ ജീവനിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ തിരിച്ചറിയണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ.
സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് ഈ വചനം അനേകരെ മാറ്റിമറിച്ച സംഭവങ്ങൾ നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം അനേകരെ മാറ്റിമറിച്ച സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്, ലോക ചരിത്രത്തിലുണ്ട്. അവർക്കാണ് ആനന്ദ് പിള്ളை എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആനന്ദ് പിള്ളை. അദ്ദേഹം ശരിക്കും അമേരിക്കയിലുള്ള അനേകം ബിസിനസ് മേഖലയിൽ അദ്ദേഹം അനേകർക്ക് മോട്ടിവേഷൻ നൽകുന്ന, അനേകരെ പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആനന്ദ് പിള്ളை. അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചവനാണ്. പക്ഷെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ തകർച്ചകൾ വരാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ അദ്ദേഹം കാണുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് റൂമിൽ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന രംഗമാണ്. കയറിൽ തൂങ്ങി അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരു രംഗമാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ ആരംഭിച്ചു. പിന്നീട് നമുക്ക് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സഹോദരി ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു. സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി. ആ സഹോദരി ഒരു ദിവസം മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി ഒരു ദിവസം ഇങ്ങനെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ തുടർച്ചയായിട്ട് കുടുംബത്തിൽ പലതരത്തിലുള്ള ആത്മഹത്യയുടെ ഒരു അരൂപ പ്രവർത്തിക്കുകയാണ്. വലിയൊരു തകർച്ചയിലൂടെ കുടുംബം കടന്നു പോകണം. ഇദ്ദേഹം വലിയ നിരാശയിലായി. അദ്ദേഹം ജീവിതത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ദൈവത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു, ഞാനും മരിക്കാൻ പോകുവാണ്, എനിക്കും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ആരും കാണാതെ റൂമടച്ച് അദ്ദേഹം ഈ ഫാനിൽ കെട്ടിത്തൂങ്ങി ചാവാനായിട്ട് അദ്ദേഹം ഇങ്ങനെ കയറിൽ ഈ കഴുത്തിൽ കയറിട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കബോർഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം, ഒരു ബൈബിള്, അന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റർ കൊടുത്ത ഒരു ബൈബിള് അദ്ദേഹം ആ കബോർഡിൽ കാണുകയാണ്. അദ്ദേഹത്തിന് എന്തോ അതൊരു ആകർഷണമായിട്ട് തോന്നി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അദ്ദേഹം ആ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് അദ്ദേഹം മറിച്ച് നോക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു വചനം ഇപ്രകാരം വന്ന് ഭവിച്ചു. ആ വചനം എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. വചനം പറയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആ വചനം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ആ വചനം അദ്ദേഹത്തിന് പുതിയൊരു പ്രചോദനം നൽകി. അങ്ങനെ അദ്ദേഹം, പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർക്ക് ജീവൻ നൽകുന്ന, അനേകർക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. ഒരിക്കൽ അദ്ദേഹം സ്വന്തം ജീവൻ നശിപ്പിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ വചനത്തിലൂടെ അദ്ദേഹം നിത്യജീവനെ അദ്ദേഹം കണ്ടെത്തി. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അനേകരെ ഇന്നും ശക്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അനേകരെ ഇന്ന് ജീവനിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇത്രമാത്രം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ തിരിച്ചറിയണം. ആർക്കുന്നുണ്ട്? ഒരിക്കൽ ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഓർക്കാണ്. ഈ അമ്മ ഒരു ഹൈന്ദവയായിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ ഒരു മകൻ ഇങ്ങനെ വലിയൊരു മാരക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പലയിടത്തും അഭയം തേടി ചികിത്സയ്ക്ക് പോയി, ഒരു രക്ഷയില്ല. അങ്ങനെ ഈ അമ്മ തിരുപ്പതിയിൽ ഒരു ക്ഷേത്രത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, തിരുപ്പതിയിൽ ക്ഷേത്രത്തിലേക്ക് കയറിയില്ല, ക്ഷേത്രത്തിൽ കയറാനായിട്ട് ഗേറ്റിന് പുറത്ത് നിൽക്കുമ്പോൾ ഈ അമ്മ ഒരു സ്വരം കേൾക്കുകയാണ്. ഇപ്രകാരം കേട്ടു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. ഈ അമ്മ ഈ ശബ്ദം എങ്ങനെ കേട്ടു? എവിടെ നിന്നാണെന്നറിയില്ല, സ്വരം എങ്ങനെ കേട്ടു? പ്രിയപ്പെട്ടവരെ, ഈ അമ്മയ്ക്കറിയില്ല, ഇത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഈ വചനം ഇത് അമ്മ കേട്ടിട്ടില്ല. ഈ അമ്മ പിന്നീട് ഈ വചനം ബൈബിളിൽ കണ്ടെത്തി. ആ വചനം എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. ഈ വചനമാണ് ആ അമ്മ അവിടെ നിൽക്കുമ്പോൾ അമ്മ കേട്ടത്. ഈ അമ്മ പിന്നീട് ഡിവൈനിൽ അവിടെ വന്ന് ധ്യാനം കൂടി. അവിടെ വെച്ച് ഈ മകൻ സൗഖ്യപ്പെട്ടു. അങ്ങനെ ഈ അമ്മ, പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലേക്ക് വന്ന് മാമോദീസ സ്വീകരിച്ചു. ഈ അമ്മ വിശ്വാസം സ്വീകരിച്ചു. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് അനേകർക്ക് ജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ പ്രചോദിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അനേകർക്ക് ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതിന്നും ശക്തിയുള്ളതാണ്, അതിന്നും മാറ്റമില്ലാത്തതാണ്. നമ്മൾ തിരിച്ചറിയണം. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതാണല്ലോ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും
ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, അത് ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് ശക്തിയുള്ളതാണ്. അത് ഇന്നും അനേകർക്ക് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ ഈ പോളി കണ്ണൂക്കാടൻ എന്ന് പറയുന്ന അച്ഛൻ ഇരിഞ്ഞാലക്കുടത്തിൽ ഒരു വൈദികനാണ്, ബിഷപ്പല്ല, അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഒരു പോളി കണ്ണൂക്കാടൻ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനൊരിക്കൽ ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ, ഞാൻ സെമിനാരിയിൽ ചേർന്ന സമയത്ത് ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛനൊരു സംഭവം പറഞ്ഞ ഓർക്കാണ്. അച്ഛനൊരിക്കൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി, അച്ഛനിരിക്കുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലായിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി വളരെ വിചിത്രമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അതായത് പെൺകുട്ടി ഇങ്ങനെ മുടി മുഴുവൻ ഇങ്ങനെ മുന്നിലേക്കിട്ട് ഈ മുഖം കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒരു വിചിത്രമായ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ പെട്ടെന്ന് എന്തോ ഒരു ഇത് തോന്നി. അച്ഛൻ ചോദിച്ചു, മോളെ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ തൊട്ടടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഉള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ചാടി മരിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണെന്ന് ആ കുട്ടി അച്ഛനോട് വെളിപ്പെടുത്തി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ പോയിട്ട് വരികയാണ്, കുറേ നാളുകളായിട്ട് ഞാൻ പരീക്ഷ എഴുതുന്നു, ഈ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി ഇത് തോൽക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്. ഞാനിത് തോക്കും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ആരെയും ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, എൻ്റെ കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചില്ല. ഈ ട്രെയിനിൽ ഞാൻ ട്രെയിനിൽ നിന്ന് പുറത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഈ അച്ഛൻ്റെ മകളോട് സംസാരിച്ചു. ഈ മകൾക്ക് ഒരു വചനം കൊടുത്തു. അച്ഛൻ ഇങ്ങനെ ഒരു വചനം കൊടുത്തു. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനം ആ മകൾ കേട്ടു. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മകള് തീരുമാനമെടുത്തു. ആ മകള് അങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, കുറേ നാളുകൾക്ക് ശേഷം ഈ അച്ഛനൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഈ പെൺകുട്ടി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പരീക്ഷയിൽ ഞാൻ വിജയിച്ചു, പരീക്ഷയിൽ ഞാൻ ജയിച്ചു. ഞാൻ തോൽക്കുമെന്ന് ഉറപ്പ് നൽകി, അല്ലെങ്കിൽ തോൽക്കുമെന്ന് അത്രമാത്രം കണിശമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി പറയാണ്, അച്ഛാ ഞാൻ ജയിച്ചു, പരീക്ഷയിൽ ഞാൻ ജയിച്ചു, താങ്ക്സ് അച്ഛാ എന്ന് പറഞ്ഞ് ആ കുട്ടി ഫോൺ കട്ട് ചെയ്തു. കരങ്ങളെടുത്ത് പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ ആ വചനം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കില്ല. ആ വചനം ആ കുട്ടിയെ ശക്തിപ്പെടുത്തി. ആ വചനം ആ കുട്ടിക്ക് വിജയം നൽകി. അനേകർക്ക് ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം, വചനം നമ്മൾ വായിക്കണം, വചനം അനുസരിച്ച് ജീവിക്കണം, വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ആദരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉത്കർഷം ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമുക്ക് കൈകളിലെടുക്കാം. വചനം നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ആ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം അനുവർത്തിച്ച് ജീവിക്കുന്നവരായിട്ട് മാറും. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറും.